നമസ്കാരം. നവീൻ ബാബുവിന്റെ കേസിൽ ഞെട്ടിക്കുന്ന പുതിയൊരു ട്വിസ്റ്റ്. മഞ്ജുഷയുടെ നിയമ പോരാട്ടത്തിൽ വരുന്ന മാസം 9-ന് വിശദമായ വാദം കേൾക്കാനിരിക്കെ ജഡ്ജിയായ ബെച്ചു കുര്യനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം നെട്ടോട്ടമോടുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം. ഈ സാഹചര്യത്തിലാണ് ജഡ്ജി ബെച്ചു കുര്യന്റെ ഈ അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റം. നവീന്റെ കേസിൽ ഇടപെട്ട് 2 ദിവസം കഴിഞ്ഞതോടുകൂടി തന്നെ ഹൈക്കോടതി അഭിഭാഷകരുടെ പരിഗണനാ വിഷയം മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തു വന്നു. ഈ ഉത്തരവ് പ്രകാരം നവീൻ ബാബു കേസിൽ ഇനി വാദം കേൾക്കുന്നത് ബെച്ചു കുര്യനായിരിക്കില്ല. പകരം അദ്ദേഹത്തെ ടാക്സ് മാറ്റേഴ്സ് ആൻഡ് റവന്യൂ റിക്കവറി എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്കാണ് മാറ്റിയത്. ഇതോടെ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മഞ്ജുഷയുടെ ഹർജിയിൽ വാദം കേൾക്കാൻ ഇനി മറ്റൊരു ജഡ്ജി വരും. ഇവിടെ തികച്ചും ആകസ്മികം എന്ന് പറയുമ്പോൾ തന്നെ ബെച്ചു കുര്യൻ സർക്കാരിനെതിരെ ഇതിനു മുൻപ് എടുത്തിട്ടുള്ള ചില നിലപാടുകളുടെ വെളിച്ചത്തിൽ കൂടി ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു ചേരായികയുണ്ട് എന്ന് തോന്നിയാൽ തെറ്റു പറയാൻ കഴിയുകയുമില്ല. കാരണം ഇത്രയും ധൃതിപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു റോസ്റ്റർ ചേഞ്ച് പതിവില്ലാത്ത കാഴ്ചയാണ്. അതും 6-ാം തീയതി വാദം കേൾക്കാനിരിക്കെ 2-ാം തീയതി മുതൽ തന്നെ ഈ ചേഞ്ച് പ്രാബല്യത്തിൽ വരും എന്നത്. എന്തായാലും ഇവിടെ ഹർജിക്കാരിയുടെ ആവശ്യം CBI അന്വേഷണം വേണം എന്നതാണ്. എന്നാൽ സർക്കാർ ഈ വാദത്തെ എതിർക്കുകയുമാണ്. മുൻപും സർക്കാരിന് തിരിച്ചടിയാകുന്ന വിധികൾ ബെച്ചു കുര്യന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സംസ്ഥാന മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ളത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അടങ്ങുന്ന ഹൈക്കോടതിയുടെ ഏകാംഗ ബെഞ്ചായിരുന്നു ഈ സുപ്രധാന വിധിക്ക് പിന്നിൽ. മാത്രമല്ല, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവർക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കിയതും ബെച്ചു കുര്യൻ തന്നെയാണ്. ഇത്തരത്തിൽ സർക്കാരിന് എന്നും തിരിച്ചടിയായ 2 വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ബെച്ചു കുര്യൻ നവീൻ ബാബുവിന്റെ കേസിൽ വാദം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലൊരു സ്ഥാനമാറ്റം ഉണ്ടാവുന്നത് ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ എന്തായാലും നവീന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി നവീന്റെ യഥാർത്ഥ കൊലയാളികളെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജിയുടെ പോലും ഈ സ്ഥാനമാറ്റം. അങ്ങനെ സംശയിച്ചാലും തെറ്റു പറയാനാവില്ല. ഇവിടെ മഞ്ജുഷ നൽകിയിരിക്കുന്ന ഹർജിയിലെ പല വാദമുഖങ്ങളും ഏറെ പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. ഹർജിയിലെ 8-ാമത്തെ പേജിൽ 8-ാമത്തെ പോയിന്റായി പറയുന്നത് ഇങ്ങനെയാണ്: On 14/10/2024, after the farewell function, the petitioner and the deceased has several phone conversations during which the deceased appeared deeply troubled by the day's events. Despite his deceased informed the petitioner that he would be traveling to Chengalur the following morning by train and requested her to pick him up from the railway station. This clearly indicates that the deceased has no intention of ending his life. അതായത് 14/10/2024 ഈ ഫെയർവെൽ പാർട്ടിക്ക് ശേഷം ഈ ഫെയർവെൽ പാർട്ടിക്ക് ശേഷം പെറ്റീഷണറായ ഭാര്യ മഞ്ജുഷയോട് നവീൻ ബാബു ഫോണിൽ ഈ സംഭവങ്ങളെപ്പറ്റി വിശദീകരിച്ചിരുന്നു. അദ്ദേഹം ഏറെ ദുഃഖിതനാണ് എന്ന് മഞ്ജുഷയ്ക്ക് ഈ സംസാരത്തിൽ നിന്നും മനസ്സിലായതാണ്. എന്നാൽ അതേസമയം തന്നെ അന്ന് രാത്രിയിലെ ട്രെയിനിൽ താൻ കയറുമെന്നും അടുത്ത ദിവസം രാവിലെ തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യാൻ എത്തണമെന്നും ഭാര്യ മഞ്ജുഷയോട് നവീൻ ബാബു പറഞ്ഞിരുന്നു. ഇങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് പിക്ക് ചെയ്യാൻ എത്തണമെന്ന് ഭാര്യയോട് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തന്റെ ജീവൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഹർജിയിൽ മഞ്ജുഷയും അക്കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് തന്റെ ഭർത്താവിന് ജീവൻ വെടിയണമെന്ന ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് ഇവിടെ മഞ്ജുഷ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അടുത്തതായി 14-ാമത്തെ പേജിൽ 27-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: Currently, there are circumstances that raise serious questions about the cause of the deceased's death. Whether it was a suicide by hanging remains doubtful. The rushed manner in which the inquest was conducted only depends these concerns. It is mandatory for the police officer to ensure the presence of close relatives during the inquest. Yet, in this case, the inquest was carried out before the petitioner and her family members had arrived at the scene.
അതുപോലെ 28ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ ഇൻക്വസ്റ്റ് column number 9 of the inquest report is for recording the statement of the close relatives of the deceased. It reads, by what relative body is recognized and the statement shortly given. Blood relatives such as parents, brothers, sisters always to be examined if there is any. അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ കോളം നമ്പർ 9 എന്നത് മരിച്ചയാളുടെ ക്ലോസ് റിലേറ്റീവ്സിനുള്ളതാണ്. അതായത് റിലേറ്റീവ്സ് ബോഡി ആസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് ദെയർ സ്റ്റേറ്റ്മെന്റ് ഷോർട്ട്ലി ഗിവൻ. രക്തബന്ധുക്കളായവർ അഥവാ പാരന്റ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എന്നിങ്ങനെ രക്തബന്ധത്തിലുള്ളവർ, അങ്ങനെ ക്ലോസ് റിലേഷനിലുള്ള ഒരാളായിരിക്കണം കോളം നമ്പർ 9 ഫില്ല് ചെയ്യേണ്ടത്. എന്നാൽ ഈ നിയമങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടുള്ളതാണ് നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ഇവിടെ നവീൻ ബാബുവിന്റെ സുഹൃത്ത് മരണവിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരനും ചില ബന്ധുക്കളുമെല്ലാം കണ്ണൂരിലേക്ക് എത്തിയെങ്കിലും അവരവിടെ എത്തുമ്പോഴേക്കും, അതായത് however the time they are arrived, the inquest had been completed and the reference for autopsy has already been issued. ഇങ്ങനെയാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സഹോദരനും ബന്ധുമിത്രാദികളും എത്തുമ്പോഴേക്കും തന്നെ നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി റെഫർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന് ഹർജിയിൽ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് ഭയമുണ്ടായതിനാൽ തന്നെ നവീന്റെ സഹോദരനും ബന്ധുക്കളും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടറെ സമീപിച്ചു. കാരണം പ്രതിയുടെ ഭർത്താവും നവീനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രശാന്തൻ എന്നയാളും പരിയാരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരിടത്ത് തന്നെ നവീൻ ബാബുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതൊരിക്കലും സുതാര്യമായിരിക്കില്ല എന്ന് ബന്ധുക്കൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ആശങ്കകളൊന്നും വകവെക്കാതെ ജില്ലാ കളക്ടർ ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിൽ തന്നെ നടക്കുമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. ഇതെല്ലാം തന്നെ ഈ കേസിലെ ദുരൂഹതകൾ ഉയർത്തുകയും കുടുംബത്തിന്റെ സംശയങ്ങൾ ബലപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇവിടെ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ പലരുടെയും ഭയപ്പാടുകൾ പുറത്തു വരുന്ന കാഴ്ചയാണ് ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് നമ്മൾ കാണുന്നത്. CPMന്റെ അധികാര ധാർഷ്ട്യത്തിനുള്ള തിരിച്ചടിയായിരിക്കും, അഥവാ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിനു മേലുള്ള തിരിച്ചടിയായിരിക്കും നവീൻ ബാബുവിന് ലഭിക്കേണ്ടെന്ന നീതി എന്ന് നമുക്ക് പ്രത്യാശിക്കാം.